യഹോവ ഈരെ, അവൻ കരുതും. ഉൽപ്പത്തി 22:14. യഹോവ ഈരെ 24:14. അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഈരെ എന്ന് പേരിട്ടു. യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകും എന്ന് ഇന്ന് വരെ പറഞ്ഞു വരുന്നു. ഇത് നമുക്കറിയാവുന്നതാണ്. 22-ാം അധ്യായം ഉൽപ്പത്തിയിൽ ഓരോ പേരും എത്ര ക്ഷമയോടുകൂടി, എത്ര സമയമെടുത്ത് വളരെ വ്യക്തമായിട്ട് ദൈവം തമ്പുരാൻ മനുഷ്യനെ പഠിപ്പിക്കുന്നതാണ് പഴയ നിയമത്തിൽ. അബ്രഹാം വിശ്വസിച്ചു, അത് നീതിയായിട്ട് കണക്കിട്ടു. പലരെ വിളിച്ച് കാണും ദൈവം, പക്ഷെ അബ്രഹാം മാത്രമേ കേട്ടുള്ളൂ. ഇന്നും നമ്മൾ ഈ വചനം അയക്കുമ്പോൾ വചനം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഭൂമി മുഴുവനും. ഞാൻ ഈ TV പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് സൗദി അറേബ്യ വെച്ചാണ് പലപ്പോഴും വചനം പറയാൻ തുടങ്ങിയത്. ചെറുപ്പം തൊട്ടേ വചനം പറയുന്ന വ്യക്തിയാണ്. പക്ഷെ അവിടെ വെച്ചാണ് ഡീറ്റെയിൽഡായിട്ട് പഠിച്ചിട്ട് വചനം പറയാൻ തുടങ്ങി. നമ്മൾ വചനം പഠിക്കാൻ നല്ല ഡോക്ടറേറ്റ് എടുത്തവർ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഞങ്ങൾ കുത്തിയിരുന്ന് വചനങ്ങൾ പഠിക്കും. ഓരോ ബുക്ക് എടുത്ത് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ ഈ വചനം ഇങ്ങനെ അയച്ചുകൊണ്ടേ ഇരിക്കുമ്പോഴൊക്കെ നമ്മൾ ഈ വചനത്തിൽ അങ്ങോട്ട് ശക്തി പ്രാപിച്ചു കഴിയുമ്പോൾ നമുക്കറിയാം ദൈവത്തോടുള്ള ആ സാന്നിധ്യം. അപ്പോൾ ഈ സൗദിയിലൊക്കെ വെച്ച് ഈ വചനം പഠിക്കുമ്പോൾ നമ്മളും ദൈവവുമായിട്ടുള്ള ബന്ധമാണ് അവിടെ സ്ഥിരപ്പെടുത്തിയത്. അപ്പോൾ നമ്മൾ പഠിച്ച കാലത്ത് ഓർക്കുന്നുണ്ട്, ഈ പൗലോസ് പോലും കർത്താവ് കൺഫ്രണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട്, അതായത് ദമസ്കസിലോട്ട് പോയിട്ട് യേശുക്രിസ്തു പൗലോസിനെ കണ്ടു കഴിഞ്ഞിട്ട് 3 വർഷത്തോളം മരുഭൂമിയിൽ, അതായത് സൗദി അറേബ്യയിൽ പോയിട്ടാണ്, അത് കഴിഞ്ഞിട്ടാണ് സുവിശേഷം കാര്യമായിട്ട് ചെയ്തത്. ആ 3 വർഷവും ദൈവത്തോടുള്ള നടത്തായിരുന്നു. അപ്പം അത്ര പഠിത്തമുള്ള ഒരു വ്യക്തിയെപ്പോലും ദൈവം മരുഭൂയാത്ര കഴിഞ്ഞിട്ടാണ് എടുത്തുപയോഗിക്കുന്നത്. നമുക്കെല്ലാം ഒരു മരുഭൂയാത്ര, മരുഭൂമിയിൽ പോകുമ്പോഴല്ലേ വെള്ളത്തിൻ്റെ ആവശ്യം അറിയത്തുള്ളൂ. അതുപോലെ ഈ വചനം പറഞ്ഞ് നിൽക്കുന്നവർ കഷ്ടത്തിൽ കൂടെ പോയെങ്കിലേ അവർക്കത് പറയാൻ ബലം കിട്ടത്തുള്ളൂ. തീയിൽ കുരുത്ത് വന്നവർക്ക് ഇതിൽ പിടിച്ച് നിന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെ കൂടെ കൈക്ക് പിടിച്ച്, അതല്ലെങ്കിൽ ആദ്യമൊക്കെ നമ്മൾ ചെയ്യും, അന്നേരമെല്ലാം അവരുടെ കുഴിയിൽ നമ്മൾ വീഴും, അവർ രക്ഷപ്പെട്ടു പോകും. പിന്നെ നമ്മൾ കിടന്നോണ്ട് കരച്ചിലാണ്. നമ്മൾ പൊങ്ങി വരാൻ സമയമെടുക്കും, ഒത്തിരി സമയമെടുക്കും. ഈ പ്രാർത്ഥനാ വരമുണ്ടെന്ന് പറഞ്ഞാലും ഒറ്റയൊരുത്തർക്കും നന്ദിയുള്ള ഹൃദയമില്ല. നമുക്ക് ദൈവം തന്നാലും നമുക്കും നന്ദിയുള്ള ഹൃദയമില്ല. അത് ദൈവം ഇട്ട് തരണം. ഇതൊക്കെ നമ്മൾ ഈ അബ്രഹാമിനെ പഠിക്കുമ്പോൾ അബ്രഹാമിനോട് ദൈവം പറയുന്നുണ്ട്, ഞാൻ നിനക്കൊരു സന്തതിയെ തരുമെന്ന്. എപ്പോഴേ? 75-ാം വയസ്സിൽ. പിന്നെ ഇവിടെ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ് 86-ാം വയസ്സിൽ ഒരു ഇസ്മയേൽ ഉണ്ടായിരുന്നു. വാഗ്ദത്തപുത്രനല്ല ഉണ്ടായത്. കാരണം സാറായി ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു. നമ്മളും അങ്ങനെയല്ലേ, ഒക്കെ തന്നെ ഇതേ തന്നെ, ഒട്ടും മാറിയിട്ടില്ലെന്ന്. നമ്മുടെ സ്വഭാവം അങ്ങനെ തന്നെ. അവൻ ദൈവം തമ്പുരാൻ പറഞ്ഞ അനുസരിച്ച് ലാസ്റ്റിൽ അബ്രഹാമിന് ദൈവം ഒരു മകനെ കൊടുക്കുന്നു. അവനെ ഇസഹാക്ക് എന്ന് പേരിട്ടു. അപ്പോഴത്തേക്ക് 100 വയസ്സ്. പിന്നെ ഈ 100 വയസ്സ് കഴിഞ്ഞ് വളർന്നപ്പോഴാണ് ദൈവം പറയുന്നത് കൊണ്ടുപോയി യാഗവസ്തുവാക്കി കൊടുക്കാൻ പറയുന്നു. ദൈവം പരീക്ഷിക്കുകയാണ്. അതാണ് 22 പറയുന്നത്. അതിനുശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിക്കുന്നു. അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നു. ദൈവം അബ്രഹാമിനെ പരീക്ഷിക്കുകയാണ്. അതായത് ഇത്ര നാൾ 100 വർഷം എടുത്തു അബ്രഹാമിൻ്റെ ജഡം മരിക്കാൻ. എപ്പോഴാണ് നമ്മുടെയൊക്കെ ജഡം മരിക്കുന്നത്? അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ തടസ്സം നമ്മുടെ ജഡമല്ല, ദൈവമല്ല. സമയം താമസിപ്പിക്കുന്നത് നമ്മളാണ്, ദൈവമല്ല. ദൈവത്തിന് ഇന്ന് വേണമെങ്കിൽ എല്ലാം ചെയ്തു തരാം, പക്ഷെ നീ അത് പ്രാപിക്കാൻ തയ്യാറായിട്ടില്ല. ഇപ്പോൾ എനിക്ക് തന്നാൽ പലപ്പോഴും 10 വർഷം മുമ്പ് ചോദിച്ച പല പ്രാർത്ഥനയ്ക്കും ഉത്തരം തരാഞ്ഞതിന് ഞാനിപ്പം നന്ദി പറയും. കാരണം അന്നത്തെ ചിന്താഗതി മെച്ചുവറല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചില കാര്യങ്ങൾ തരാത്തതിന് കൂടുതൽ നന്ദി പറയണം. തന്നതിന് ഉപയോഗിക്കാൻ ആദ്യം പഠിക്കാനുള്ള കൃപയും ചോദിക്കണം. അപ്പോൾ അബ്രഹാമിനൊരു മകനെ കിട്ടി. ഇനി ഇവനെ എങ്ങനെ കൊണ്ടു നടത്തും? വാഗ്ദത്തപുത്രനാണ്. അപ്പോൾ ദൈവം പറഞ്ഞു, ഇവനെ ഇങ്ങനെ ഒത്തിരി സ്നേഹിച്ച് ഇതാണ് നമ്മളിൽ ലാളിച്ച് കെട്ടിപ്പിടിച്ച് വളർത്തുന്നതിന് ഒന്നിനും കൊള്ളൂല. വേദപുസ്തകത്തിൽ ദൈവം എടുത്ത് ഉപയോഗിച്ച പലർക്കും സ്വന്തം അമ്മ കൂടെ ഇല്ലെന്നേ. ഞാൻ മൂലമാണ് ഇവർ ജീവിച്ചത്. ഞാൻ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ നല്ലൊരു ക്ലോസ് ഫ്രണ്ട് കൊട്ടാരക്കര ഉണ്ടായിരുന്നു. വളരെ നല്ലൊരു സ്ത്രീയാണ്, ഒത്തിരി അധ്വാനിക്കുന്നത്. അപ്പോൾ എന്നെ കാണാൻ എപ്പോഴും ഓടി വരും. ഞങ്ങൾ രണ്ടും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കും. ആ കുട്ടി, ആ സ്ത്രീ വരുമ്പോൾ എന്നോട് എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ രാത്രിയിലുള്ള നിൻ്റെ ആ പാട്ട് എപ്പോഴും ഇങ്ങനെ കരുതലിനെ കുറിച്ച് ഇങ്ങനെ പാടി എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഞാൻ പറയും, ഇവരുടെ ഒരു കരുതലും സ്നേഹം കണ്ടില്ല. രാത്രിയിലുള്ളത് കരുതൽ. ആ കരുതലിൻ്റെ മുമ്പിലിരുന്ന് അവർ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. അപ്പോൾ അവർക്ക് 3 മക്കളാണ്, 2 ആൺമക്കളും 1 മോളും.
അപ്പോൾ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചു മോടെ കല്യാണം നടക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ ബുക്ക് എഴുതിയ സമയമാണ്. അപ്പോൾ ഞാൻ കാണുന്നുണ്ട് ഈ കൊച്ചിന് ബുക്ക് കൊടുക്കുമ്പോൾ കൊച്ചിൻ്റെ കല്യാണം നടക്കുന്നതായിട്ട്. അങ്ങനെ 1 മാസത്തിന് ആ കുട്ടിയുടെ കല്യാണം നടന്നു. അപ്പം മോടെ പിന്നെ 2 ആമക്കൾ ചെറുപ്പക്കാരാണ്. ഒരാൾ എഞ്ചിനീയറിന് പഠിച്ചുകൊണ്ടിരിക്കുന്നു, മറ്റേതിന് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നല്ല ശക്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീ. അപ്പോൾ എൻ്റെ ഒരു അല്പ ആശ്വാസത്തിന് എൻ്റെ ഓടി വരും. എനിക്ക് വരെ വലിയ കൊട്ടാരക്കര എന്ന് പറഞ്ഞാൽ എനിക്ക് ആ ഒരു സ്ത്രീ എപ്പോഴും ഓർമ്മ വരുന്നത്. അങ്ങനെ എൻ്റെ അടുക്ക് വന്ന് പ്രാർത്ഥിക്കുമ്പോഴും കൊടുക്കുമ്പോഴും പറയും ഞാൻ ഇങ്ങനെയാണ് അത് ചെയ്ത് ഇത് ചെയ്ത് എൻ്റെ ഭർത്താവിന് സുഖമില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും ഞാനതെല്ലാം കേൾക്കും. എന്നാൽ പെട്ടെന്ന് ഞാനിങ്ങ് പോന്നു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് മരിച്ചുപോയി. ഞാനിപ്പം തിരുവല്ലയിലാണ്. അപ്പോൾ എനിക്ക് വല്ലാതെ പ്രയാസം തോന്നി. കാരണം അത്രയും തീക്ഷ്ണമായിട്ട് ഓടി നടന്ന് ജോലി ചെയ്ത ഒരു സ്ത്രീ പെട്ടെന്ന് എങ്ങനെയാണ് മരിച്ചു പോയത്. അപ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പിന്നെ അവരെ പോയി കാണാറുണ്ട്, അവരുടെ ഭർത്താവിനെ. അപ്പോൾ എന്ത് സംഭവിച്ചു? ഞാൻ അന്നേരം വിചാരിച്ചു ഈ ആമക്കളിനി അങ്ങനെ ജീവിക്കുമെന്ന് അമ്മമാർ. അതുകൊണ്ട് അതുപോലെ കരുതുന്ന ഒരു സ്ത്രീയാണ്. എൻ്റെ പൊന്നെ കഴിഞ്ഞ 4 മാസം മുമ്പ് ആ ഇളയ മോൻ്റെ കല്യാണം നടന്നു, മറ്റവൻ്റെ നേരത്തെ നടന്നു. ദൈവം അവരെ കരുതുന്ന ഒരു ദൈവത്തിൻ്റെ കരുതൽ. അപ്പോൾ അമ്മ ജീവിച്ച് അവർ കണ്ടില്ല, പക്ഷെ അമ്മ അവർ മരിക്കുന്നതിന് മുമ്പ് ഈ മകന് കല്യാണം നടത്തുന്ന വിവരം എൻ്റെ അടുക്ക് വന്ന് പറഞ്ഞായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ആ മകൻ്റെ കല്യാണത്തിന് മുമ്പ് അവർ മരിച്ചുപോയി. എന്താണ്? ഗോഡ് പ്രൊവൈഡ്സ്, ഹി നോസ്. അപ്പം ദൈവം പറയുന്നത് അബ്രഹാമിന് 100 വയസ്സ് കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞിനെ കൊടുത്ത് ദൈവം അവനെ ഒന്ന് പരീക്ഷിച്ചിട്ടേ ഉള്ളെന്നാണ്. എന്താ പരീക്ഷിക്കുന്നത്? അബ്രഹാമേ എന്ന് വിളിച്ചു. ഞാനിതാ എന്ന് അബ്രഹാം പറഞ്ഞു, ഇപ്പോൾ നിൻ്റെ മകനെ നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതന ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയാദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്ന് പറഞ്ഞു. വ്യക്തമല്ലേ? സംശയമുണ്ടോ? ഭർത്താവ് വ്യക്തമായിട്ട് ഇത്രയും ക്ലിയറായിട്ട് എന്നോടൊന്നും സംസാരിച്ചിട്ടില്ല, പക്ഷെ ഇവിടെ ക്ലിയറായിട്ട് സംസാരിച്ചു, നല്ല ഭംഗിയായിട്ട്. നീ അവിടെ ഏത് മലയിൽ പോകണം, എന്തൊക്കെ ചെയ്യണമെന്ന്. അബ്രഹാം ഇപ്രാവശ്യം സാറയോട് പറഞ്ഞില്ല. പറഞ്ഞാൽ അവിടെ പ്രശ്നം ഉണ്ടാവും. സാറയോട് പറയാതെ എല്ലാം ഒരുക്കിക്കൊണ്ട് തൻ്റെ ജോലിക്കാരും കഴുതയുടെ പുറത്ത് എല്ലാം ആക്കിക്കൊണ്ട് ഇവർ യാത്ര ചെയ്യുമ്പം അബ്രഹാമും സന്തതി മകനെ ഇസഹാക്ക് വാഗ്ദത്തപുത്രനും കൂടെ ഒന്നിച്ചു പോകുമ്പം അവർ നടക്കുന്നു. എന്നിട്ട് എന്താണ് പറയുന്നത്? അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറകെടുത്ത് തൻ്റെ മകനായ ഇസഹാക്കിൻ്റെ ചുമൽ എവിടെ കഴുതയെ കൂടെ കൊണ്ടുവന്ന് ജോലിക്കാരെ താഴെ നിർത്തിയിട്ട് ദൈവം പറഞ്ഞ മലയിലോട്ട് മുകളിൽ കയറാൻ നേരത്ത് സ്വന്തം മകൻ്റെ മേലെ അപ്പോൾ കൊച്ചുകുട്ടിയല്ല, ചുവടിൽ വെച്ചിട്ട് തീയും കത്തിയും താൻ എടുത്തു. ഇരുവരും ഒന്നിച്ചു നടന്നു. അപ്പോൾ ഇസഹാക്ക് തൻ്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പ എന്ന് പറഞ്ഞതിനവൻ എന്താകുന്നു മകനെ എന്ന് ചോദിച്ചു. അതിന് തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെ എന്ന് ചോദിച്ചു. തീയുമുണ്ട് വിറകുമുണ്ട്, പക്ഷേ എവിടെ? ആട്ടിൻകുട്ടി എന്തിയെ? എന്താ ഉത്തരം കൊടുക്കേണ്ടത്? അങ്ങനെ ഒരു ചോദ്യം നമ്മളോട് ദൈവം ചോദിച്ചാൽ നമ്മൾ എന്തുത്തരം കൊടുക്കും? ഈ വിശ്വാസത്തിൻ്റെ പല ടെസ്റ്റും ചോദ്യോത്തര രീതിയില്ല. പ്രവർത്തിക്കുന്നതിന് മുൻപേ മനസ്സ് ശരിയാകുന്നോ എന്നാണ് നോക്കുന്നത്. മനസ്സ് ശരിയായ എങ്ങനെയെങ്കിലും ദൈവം അത് ചെയ്യിപ്പിക്കും. പക്ഷെ മനസ്സ് ശരിയായില്ലല്ലോ. ഇവിടെ അബ്രഹാം സ്ഥിരമായിട്ട് ചിന്തിക്കുന്നവർ. അബ്രഹാം നല്ല ഉറപ്പുണ്ട്. അബ്രഹാം അവിടെ പറയുന്നത് അബ്രഹാമിൻ്റെ പല ടെസ്റ്റിൽ ഏറ്റവും വലിയതായ ജയം നിൽക്കുന്ന ടെസ്റ്റ് ഇതാണ്. അപ്പോൾ ഇതൊക്കെ അബ്രഹാമിന് പ്രായമായി വിവേകമായി മെച്യൂറായി. ദൈവം ആയിരുന്നു. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും എന്ന്, അതായത് ഹീവിൽ ദൈവം കാണിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ച് നടന്നു. ദൈവം കൽപ്പിച്ചിരുന്ന സ്ഥലം കർത്താവ് സ്ഥലം കാണിച്ചു കൊടുത്തു. അവരെത്തി. അബ്രഹാം ഒരു യാഗപീഠം പണിതു. അവിടെ യാഗപീഠം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സിമെൻറ്റും കല്ലും ഒന്നും ആവശ്യമില്ല. അവിടെയുള്ള തന്നെ സ്ഥലത്തിൽ കിടക്കുന്ന കല്ലുകൾ പെറുക്കി വിറക് അതിൻ്റെ മേളിൽ കയറ്റി വെച്ചു. അതിന്മേൽ ഒരു പരന്ന സ്ഥലമാക്കി വെച്ച് സ്വന്തം മകനെ കെട്ടിക്കൊടുത്തിട്ട് യാഗപീഠത്തിന്മേൽ കിടത്തി. അതൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. അപ്പം ഈ ഓരോ പ്രാവശ്യവും ഈ മകനെ കയറിട്ട് കെട്ടുമ്പോഴും അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം മകൻ മരിച്ചു കഴിഞ്ഞു. പിന്നൊരു യാഗം അവിടെ ആവശ്യം എൻ്റെ മനസ്സുകൊണ്ട് തീരുമാനിച്ചു കഴിഞ്ഞു. അതുതന്നെയാണ് ഗെത്സമന തോട്ടത്തിൽ യേശുക്രിസ്തു തലേ ദിവസം ക്രൂശുമരണത്തിന് മുൻപേ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ വിയർപ്പ് തുള്ളികൾ രക്തമായിട്ട് വീഴുമ്പോൾ താനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു, ഞാൻ നാളെ ക്രൂശിന്മേൽ കയറും. അവിടെയാണ് ജയമെടുത്ത, പിറ്റേ ദിവസമല്ല. ഇത് തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്നും എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ സംബന്ധിച്ച് വിശ്വാസ ജീവിതത്തിൽ മനസ്സുകൊണ്ട് തീരുമാനം എടുക്കുമ്പോൾ സ്വർഗം അത് ചെയ്തതായിട്ടാണ് കാണുന്നത്. ചെയ്തു. ഈ മനസ്സിനെ ഒന്ന് ശരിയാക്കണം. നമുക്കൊന്നും വേണ്ടെന്ന് ദൈവത്തിനെ ഏൽപ്പിച്ചു കൊടുക്കാം.
കർത്താവ് പ്രൊവൈഡ് ചെയ്യുമെന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ? എനിക്കുണ്ടോ? എന്നിട്ട് എന്ത് പറ്റി? വിറകടുക്കി തൻ്റെ മകൻ ഇസാക്കിനെ കെട്ടി യാഗപീഠത്തിന്മേൽ കിടത്തി. പിന്നെ അബ്രഹാം കൈ നീട്ടി തൻ്റെ മകനെ അറുക്കേണ്ടതിനെ കത്തിയെടുത്തു. ഉടനെ യഹോവയുടെ ദൂതൻ ഉടനെ അതുവരെ അനങ്ങിയില്ല. അബ്രഹാമേ എന്ന് വിളിച്ചു. ഇതാ ഞാനെന്ന് പറഞ്ഞു. ബാലൻ്റെ മേൽ കൈവെക്കരുത്. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായകൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാനിപ്പോൾ അറിയുന്നു എന്ന് പറയും. അവിടെ നമുക്ക് യോഹന്നാൻ്റെ 3:16 ഒന്ന് വായിച്ച് നോക്കാം. ഇതും കൂടെ എന്തോ കണക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു, ഇല്ലേ? യോഹന്നാൻ്റെ 3:16 കാണാൻ അറിയാവുന്ന വാക്യല്ലേ? 3 നമ്മൾ ദൈവത്തോട് സംസാരിക്കും. നമ്മൾ ഉൽപ്പത്തി തുടങ്ങിയത് ഇപ്പം പുതിയ നിയമത്തിലെത്തി പെട്ടെന്ന്. അത് ഇതിൻ്റെ സാക്ഷാത്കരണം ഇവിടെ നടക്കുന്നു. 3:16 ഇവിടെ നിന്ന് ഞാൻ വായിച്ചത്, ദൈവം പറയുന്നത് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായകൊണ്ട് അബ്രഹാമിനോടാണ്, നമ്മുടെ അപ്പനായ അബ്രഹാമിനോട്. നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നുവെന്ന്. അതിനോട് ഇവിടെ നമ്മൾ പറയുന്ന 3:16 തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതൻ, അത് യേശുവാണ്, ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവൻ നശിച്ചു പോകുന്ന നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഈ അബ്രഹാമിന് ഇസഹാക്കിനെ വെളികഴിക്കേണ്ട സമയത്ത് ടെസ്റ്റ് പാസ്സായത് അവൻ്റെ മനസ്സ് നോക്കിയിട്ടാണ്. പ്രവൃത്തിയിൽ അവസാനത്തെ നിമിഷം ദൈവം ഇറങ്ങി വന്നിട്ട് അബ്രഹാമിന് വേണ്ടി ദൈവം ഒരു ആട്ടുകൊറ്റനെ വേറെ കൊടുത്തു. ആട്ടുകൊറ്റനെ യാഗമായി കഴിച്ചു. അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഈരെ, അല്ലെങ്കിൽ യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകുമെന്ന് ഇന്ന് വരെ പറയുന്ന ഒരു പുതിയ പേര്. ഇതാണ് നമുക്ക് പുതിയ പേര് നേടണമെങ്കിൽ ഇങ്ങനെയുള്ള ടെസ്റ്റ് പാസ്സാണ്. 16 വാക്യം ഉൽപ്പത്തി 22 നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായതുകൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിപ്പിക്കും. നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും. നീ എൻ്റെ വാക്കനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് ഞാൻ എന്നെക്കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു എന്ന് യഹോവ. അന്ന് എന്നേക്കുമായിട്ട് എന്നെക്കൊണ്ട് സത്യം ചെയ്ത് പുത്രനെ അയച്ചപ്പം പൂർത്തീകരിച്ചു. തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കും. അവിടെ ഒരു പുതിയ ആട്ടിൻകുട്ടിയൊന്നും വന്നില്ല. യേശു തന്നെ ക്രൂശുമരണത്തിന് തൻ്റെ പിതാവ് യഹോവ ഈരേ അന്ന് പറഞ്ഞത് ഇന്ന് പൂർത്തീകരിച്ചെങ്കിൽ നമുക്ക് വേണ്ടി ചെയ്യാതിരിക്കുമോ ദൈവം? ആ ദൈവം വിശ്വസ്തൻ. യഹോവ ഈരേ നമുക്ക് പ്രാർത്ഥിക്കാം. എത്ര വിശ്വസ്തനാണ്! ഉൽപ്പത്തിയിൽ തുടങ്ങിയത് 22 യോഹന്നാൻ്റെ 3:16 ക്രൂശ് മരണത്തിന് തൻ്റെ സ്വന്തം പുത്രനെ അയച്ചു തന്ന പിതാവിൻ്റെ സ്നേഹം എത്ര പറഞ്ഞാലും മനസ്സിലാകുന്നില്ല. ഞാനീ പറയുന്ന എനിക്ക് പോലും കുറച്ച് കഴിയുമ്പോൾ മറവിയുണ്ട്. കർത്താവേ, ക്ഷമ ചോദിക്കുന്നു. വീണ്ടും വീണ്ടും ഓർപ്പിക്കാൻ നീ പറയുന്നത് അതുകൊണ്ടാണ്. ഒരേ വാക്യങ്ങൾ പലരും പറഞ്ഞാലും ഓരോ തലത്തിലത് കേൾക്കാൻ ഇന്ന് അയക്കുന്ന വചനം ആരുടെ ഹൃദയത്തിലാണ് ചെന്ന് കൊള്ളുന്നതെന്ന് അടിയനറിയത്തില്ല. പക്ഷെ അവ ചെന്ന് കൊണ്ട് പ്രവർത്തിക്കാതെ തിരിച്ചു വരത്തില്ല. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവും. ആരുടെ നെഞ്ചിനകത്ത് വേദനയ്ക്കാണ് ഇതിനുകൊണ്ട് വിടുതൽ? ആരുടെ മക്കളെക്കുറിച്ചാണ് അമ്മമാർ കരയുന്നത്? കൊച്ചുമക്കളെ ഓർത്ത് വിലപിക്കുന്ന അനേകരുണ്ട്. ഭർത്താക്കന്മാരുടെ വീണ്ടെടുപ്പിന് വേണ്ടി, ഭാര്യമാരുടെ വീണ്ടെടുപ്പിന് വേണ്ടി കരയുന്നവരുണ്ട്. മക്കളുടെ കർത്താവേ, യഹോവ ഈരേ, അന്ന് അബ്രഹാം ഞങ്ങളുടെ പിതാവായിട്ട് നിന്ന് അനുസരിച്ചല്ലോ. അതിനാൽ പിതാവാം ദൈവം സ്വന്തം പുത്രനെ യേശുവിനെ തന്നല്ലോ. ആ പുത്രൻ്റെ പേരിൽ ഞങ്ങൾ കടന്നു വരുന്നു. ഞങ്ങൾക്ക് ഇത്രയൊക്കെ അറിയത്തുള്ളൂ. ഞങ്ങളുടെ ബലഹീനതയിൽ ബലം തന്ന്, ഞങ്ങളുടെ അവിശ്വസ്തതയിൽ വിശ്വസ്തതയിട്ട് ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് പ്രവർത്തിക്കണമേ. കർത്താവെ, നീ പ്രവർത്തിച്ച് കഴിഞ്ഞത് മനസ്സിലാക്കിച്ചു തന്ന് തൻ്റെ പുത്രനായ യേശുവിനെ സ്വീകരിക്കുന്നതിന് നിത്യരക്ഷ തരുമെന്ന് പറഞ്ഞിരിക്കുന്നതിന് ആ സത്യത്തിൻ്റെ ആത്മാവ് ഇന്ന് തലമുറകളിൽ ചെന്ന് വീഴണം. മുദ്രയിടുന്ന പോലെ വീഴട്ടെ. അത് സംഭവിക്കട്ടെ. അവരെവിടെ ഇരുന്നാലും അത് സംഭവിക്കണം. കർത്താവെ, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അത് സംഭവിക്കട്ടെ. കർത്താവ് അത് ചെയ്യുന്നതിനാൽ സ്തോത്രം, നന്ദി, സ്തോത്രം. പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.